യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിൽ പ്രതികരണം അറിയിക്കാൻ ഉക്രൈനുമേൽ സമ്മർദ്ദമേറുന്നു. ക്രിമിയയെ റഷ്യൻ പ്രദേശമായി US അംഗീകരിക്കുന്നതും ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ ഈ ആഴ്ചയോടെ തീരുമാനം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. വ്യാഴാഴ്ച പാരീസിൽ വെച്ച് ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉക്രൈനിൽ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച രഹസ്യരേഖയിലാണ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ആഴ്ച അവസാനം ലണ്ടനിൽ നടക്കുന്ന US യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉക്രൈൻ തീരുമാനം അറിയിക്കണം. അമേരിക്കൻ, യൂറോപ്യൻ, ഉക്രൈനിയൻ നിലപാടുകളിൽ യോജിപ്പുണ്ടായാൽ നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് കൈമാറും. പ്രധാന വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ചർച്ചകൾ നിർത്തിവെക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. യുദ്ധമുഖത്ത് ഒരു വെടിനിർത്തലിന് വേദി ഒരുക്കുക എന്നതാണ് US നയതന്ത്ര നീക്കത്തിന്റെ ലക്ഷ്യം. വെടിനിർത്തൽ കാലയളവിൽ അന്തിമ പരിഹാരവും ഒത്തുതീർപ്പും സാധ്യമാക്കാനാണ് പദ്ധതി. റഷ്യയ്ക്ക് തങ്ങളുടെ ഏതെങ്കിലും പ്രദേശത്ത് നിയമപരമായ അവകാശങ്ങളുണ്ടെന്നും അംഗീകരിക്കില്ലെന്നും ഉക്രൈൻ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ചില ആശയങ്ങൾ ചർച്ചകളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. 2014 ക്രിമിയൻ ഉപദ്വീപ് റഷ്യ പിടിച്ചെടുത്തത് അംഗീകരിക്കാനുള്ള ട്രംപിന്റെ നീക്കം ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങളുടെ പതിറ്റാണ്ടിലേറെ നീണ്ട അമേരിക്കൻ നയത്തെ മാറ്റിമറിക്കും. റഷ്യയുമായി നയതന്ത്രപരമായ ഒത്തുതീർപ്പ് തേടാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ട്രംപ് ഭരണകൂടം ഉക്രൈനിൽ നിന്നും ആയുധങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ പുടിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ എന്തെങ്കിലും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതിനിടെ സപ്പോരീഷ്യ ആണവ നിലയത്തിന് ചുറ്റുമുള്ള പ്രദേശം അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള നിഷ്പക്ഷ പ്രദേശമായി മാറ്റുമെന്ന ആശയവും ട്രംപ് മുന്നോട്ട് വെച്ചതായി വാൾസ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ചിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ആണവ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഉക്രൈൻ പവർ പ്ലാന്റുകൾ ഏറ്റെടുക്കാനുള്ള സാധ്യത ട്രംപ് ഉന്നയിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഏറ്റവും മികച്ച സംരക്ഷണം ഇതിലൂടെ നൽകുമെന്നും ട്രംപ് വാദിച്ചു. സെലൻസ്കി ഈ ആവശ്യം തള്ളിയെന്നാണ് റിപ്പോർട്ടുകൾ.